കെട്ടിയിറക്കിയ നേതാവ് എന്ന രൂപത്തിലാണ് ഇവിടെ സംസ്ഥാനത്തെ നേതാക്കൾ അദ്ദേഹത്തെ കാണുന്നത്. ഒരു തരത്തിലും ആ ഒരു ഐക്യത്തിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലത്തും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, BJPയിൽ രണ്ട് ഗ്രൂപ്പുകൾ എപ്പോഴും 2-3 ഗ്രൂപ്പുകളുണ്ടാവും. ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ മറ്റുള്ളവർ അപ്പുറത്ത് എതിർക്കും, പല ഘട്ടങ്ങളിലും എതിർ നിലപാടുകൾ കാണിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ രാജീവ് ചന്ദ്രശേഖരെ എതിർക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് അംഗീകരിക്കാവുന്ന ഒരു രാഷ്ട്രീയ ശൈലിയല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയൊന്നും ഇവർക്ക് ദഹിക്കുന്നില്ല. ഇവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതിൽ നേരത്തെയുള്ള നേതാക്കൾ പരാജയപ്പെട്ടു എന്നിടത്താണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഐക്യപ്പെടുത്താനായി അമിത്ഷാ തന്നെ തീരുമാനമെടുത്തു കൊണ്ടുവന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഓരോ വാർത്തയും അപ്പുറത്തെ വിവിധ ഗ്രൂപ്പുകൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. നോക്കൂ, ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ BJPയുടെ തലസ്ഥാനത്തെ ആസ്ഥാനത്ത് അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. നാളെ ഇനി പ്രതികരിക്കുമ്പോൾ ഏത് രൂപത്തിലാവും, പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം BJPയിലെ ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നിമിഷം വരെ അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, അതായത് പ്രതിരോധിക്കാൻ തയ്യാറായിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രതിരോധിച്ച് സംസാരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്.